ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉമ്മാടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ രാത്രി 8 മണിയായി, നമ്മൾ റെഡിയാവുകയാണ്, മോള് റെഡിയാവുകയാണ്. പോയി ഇന്ന് നമ്മൾ ഉമ്മാടെ റൂമിലാണ് സ്റ്റേ. അപ്പോൾ അവൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഭയങ്കര മേക്കപ്പാട്ടോ, എപ്പോഴും പോകുന്നതിന് മുമ്പ് ഭയങ്കര മേക്കപ്പാണ്. ആൾ ഓൾറെഡി കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ്, അത് ഞാൻ സ്കിപ്പായി പോയി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അവളുടെ ഫേവറേറ്റ് ഇതാണ്, എന്താ പറയുക, സ്മെല്ല് വരാനുള്ളൊരു ക്രീമാണത്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ആൾ യൂസ് ചെയ്യുന്നത്. മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി ഒറ്റയ്ക്കാട്ട മുടിയൊക്കെ കിട്ടിയതും എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഭയങ്കര പോസ്റ്റാണ്. ഞാൻ റെഡിയായി നിൽക്കുന്നതിന് ഇവിടെ കുറച്ച് നേരം ആളെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ പോസ്റ്റായി നിൽക്കുകയാണ്. കുറച്ച് നേരം ആളിങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ചെരുപ്പൊക്കെ നോക്കി ആളുടെ ക്രോക്സൊക്കെ എടുത്തിട്ട് ബാഗൊക്കെ എടുത്തു. അപ്പോൾ പോവാം, നമ്മൾ റെഡിയായി, നമ്മൾ ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്യുവാണ്. ലിഫ്റ്റ് വന്നിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാട്ടോ, ഇപ്പോൾ ലിഫ്റ്റ് വരുന്നതേ ഉള്ളൂ. നമ്മൾ ലിഫ്റ്റൊക്കെ വന്ന് ലിഫ്റ്റിൽ വേറെ ലേഡികളുണ്ട്. ആൾ കുറച്ച് ഷൈ ആയി നോക്കുകയാണ്. ആൾക്ക് വേറെ ഏതെങ്കിലും ആൾക്കാരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഫോക്കസിങ് ആണ്. ആളുടെ ഡ്രസ്സ്, ഷൂസ്, ആളിട്ടേക്കുന്ന മേക്കപ്പ്, ഏത് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ആളിട്ടേക്കുന്നത് ഒക്കെ ആൾ ക്യാച്ച് ചെയ്യും പെട്ടെന്ന്. നമ്മളിങ്ങനെ നമ്മൾ എൻട്രൻസ് നമ്മൾ ഇറങ്ങി നടന്നാട്ടോ പോകുന്നത്. ഇന്ന് അത്യാവശ്യം ചൂട് കുറവാണ്, അതുകൊണ്ട് നമ്മൾ നടന്നാണ് പോകുന്നത്. നമ്മൾ പയ്യെ നടന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടക്കുവാണ്. അവൾക്ക് ഭയങ്കര മടിയാണ് നടക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ആവശ്യമായിട്ടാണ് ഇപ്പോൾ ഉമ്മയുടെ റൂമിലോട്ട് പോകുന്നത്. ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് നടന്നാലേ കൊണ്ടുപോകുള്ളൂ, ടാക്സിക്ക് പോകുന്നില്ല, നടക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഉമ്മി നടന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുവിധം അവളിപ്പോൾ നിർബന്ധിച്ചിട്ട് പോകണം. അതുകൊണ്ട് അവൾ നടക്കുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ പറയണം, ക്ലാസ്സിലെ വിശേഷങ്ങൾ, ഫ്രണ്ട്സിൻ്റെ വിശേഷങ്ങളൊക്കെ പറയണം. അവൾക്ക് വെക്കേഷനാണ്, അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഈ സ്ഥലം ഇവർക്കൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കുക, ഈ സ്ഥലം അറിയോ, അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് മിൽക്കി എന്നുണ്ട്, മിൽക്കി റെസ്റ്റോറൻറ്റ് അറിയോ എന്നൊക്കെ. അപ്പോൾ ആളതെ ക്രോസ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇത് അൽഫല സിഗ്നലാണ്. ഇവിടെ ഭയങ്കര പോലീസ്, എപ്പോഴും CIDs ഉണ്ടാവും. അത്യാവശ്യം എല്ലാവർക്കും ഫൈൻ കിട്ടുന്ന ഒരു സിഗ്നലാണിത്. അതുകൊണ്ട് ആൾ ഓടുവാണ്, ഫൈൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഓടുവാണ്. അപ്പോൾ ഞാനും ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് ഒരു 5 ഫൈൻ കിട്ടിയിട്ടുണ്ട് റോഡ് ക്രോസിങ്ങിന് വേണ്ടി. അപ്പോൾ അത് കാരണം ഞാനും ഓടുവാണ്. ഓടി പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആവുന്നതിന് മുന്നേ എത്താൻ വേണ്ടി ഞാൻ നല്ല ഓട്ടത്തില്ല. അതാട്ടോ ക്യാമറ ഇങ്ങനെ ഷേക്ക് ആവുന്നത്. ആൾ ഫസ്റ്റ് എത്തി, അവിടെ ആൾ സ്റ്റോപ്പ് ആവുന്നതിന് മുന്നേ എത്തി. സീബ്ര ലൈനിൽ കൂടി ക്രോസ് ചെയ്ത് പോകാൻ ആൾ. അപ്പോൾ എന്നോട് ഉമ്മി ഒരു ചലഞ്ച് ചെയ്താലോ, ഞാൻ ഉമ്മി അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ ഇതിൽ കൂടി ഓടി വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ കൂടെ വന്നു പറഞ്ഞു. ഇല്ല, ഞാൻ ഓടി വരാം, ഉമ്മി നടന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അതിൻ്റെ സ്കിപ്പായി പോയായിരുന്നു കേട്ടോ ആ വീഡിയോ. നമ്മൾ അന്താക്ഷരിയൊക്കെ കളിച്ച് നടക്കുകയാണ്, പാട്ടൊക്കെ പാടുവാണ്. അവൾ പറഞ്ഞു ഞാൻ ഒരു പാട്ട് പാടാം, അതിൻ്റെ ലാസ്റ്റ് അക്ഷരം വരുമ്പോൾ അത് വെച്ചിട്ട് ഉമ്മി പാട്ട് പാടണം, നമുക്ക് അങ്ങനെ കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ കാറിൻ്റെ കളേഴ്സ് പറഞ്ഞ് കളിക്കാം, കളേഴ്സ് കണ്ടുപിടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്, ഒരു സിഗ്നൽ നടക്കാനുണ്ട് ഉമ്മയുടെ റൂമിലോട്ട് കേട്ടോ. നമ്മളിങ്ങനെ പയ്യെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. നല്ല വിശേഷം പറച്ചിലാണ്, ഭയങ്കര സംസാരക്കാരത്തിയാണ്. അപ്പോൾ നമ്മൾ നോക്കി റോഡ് ക്രോസ് ചെയ്ത് പാത്തു, റോഡൊക്കെ നന്നായിട്ട് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും, വണ്ടി ഇതാവുമെന്ന് പറഞ്ഞപ്പോൾ ആൾ ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്യുവാണ്. ആൾ വിശേഷം പറച്ചിൽ നിന്നിട്ടില്ല, ഇങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ നടന്ന് ഞങ്ങൾ മദീന സായിദ് എത്തി. ഒരു സ്കൂളുണ്ട് മദീന സായിദ്. നമുക്ക് എന്തോ കളഞ്ഞ് കിട്ടിയത്, അവൾ ഒരു കയ്യിലിടുന്ന ബാൻഡ് കളഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് എനിക്കിതുപോലെ ബാൻഡ് ഉണ്ടാക്കാൻ അറിയാം ഉമ്മി, ഞാൻ ഉണ്ടാക്കും, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം, ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഈ സ്ഥലം കണ്ടിട്ട് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ അവൾ ഉമ്മി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ കാണിച്ച് പിന്നെ നമ്മളടുത്ത ഒരു ക്രോസിങ്ങിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ മദീന സായിദാണിത്. അപ്പോൾ നമ്മുടെ റൂമെത്താനായി മദീന സായിദ് ഉണ്ടപ്പോഴത്തേക്കും കുറേ സേവ മദീന സായിദിലോട്ടൊക്കെ പോയിട്ട് നമ്മൾ നോർമലി എപ്പോഴും പോകുന്ന ഒരു മാളാട്ടോ. അത് ആ കാണുന്ന ബിൽഡിംഗാണ് നമുക്ക് പോകാനുള്ളത്. നല്ല രാത്രി നല്ല സൂപ്പറാട്ടോ, നല്ല വ്യൂ ആണ്. ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നടന്നൊക്കെ പോകാനും പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇന്ന്. ആളുടെ വിശേഷം പറച്ചിൽ ഇങ്ങനെ നടക്കും കേട്ടോ. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ്, കാര്യം അവൾ പറഞ്ഞിട്ട് നമ്മൾ മിണ്ടിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ മെയിൻ ഉമ്മയുടെ റൂമിൻ്റെ അടുത്തുള്ള മെയിൻ സിഗ്നൽ എത്തി. ഇവിടെ അത്യാവശ്യം കുറച്ച് ടൈം കിട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടി, ഓടേണ്ട ആവശ്യം വരില്ല. എന്നാൽ ഇവിടെ CIDകൾ എപ്പോഴും നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഫസ്റ്റ് അങ്ങനെ സ്പീഡിൽ നടന്ന് പോകും. അവളുടെ ഉമ്മിക്ക് എപ്പോഴും ഫൈൻ കിട്ടും, അതുകൊണ്ട് എനിക്കിനി ഫൈൻ കിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ സ്പീഡിൽ നടക്കുകയാണ്. നടന്ന് കുറച്ച് തിരക്കുണ്ട് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊക്കെ ഉണ്ട് റോട്ടിൽ. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നടക്കുകയാണ്. 8:30 ഇപ്പോൾ 9 മണിയായി. നമ്മൾ ഇറങ്ങിയിട്ട് ഇച്ചിരി ലേറ്റായി പോയി. 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഉമ്മ വിളിച്ചെവിടെയാണെന്ന് ചോദിച്ചിട്ട് വാ ഉമ്മി പെട്ടെന്ന് വായോ, ക്യാമറ മാറ്റി നോക്കി നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയുകയാണ്. അങ്ങനെ നമ്മുടെ എത്തുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്താറായി. ഇവിടെ വെച്ചിട്ട് ഞാൻ വീഴാൻ പോയായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് സ്ലിപ്പായിരുന്നു കേട്ടോ. പുള്ളി എന്നോട് അവിടെ സൂക്ഷിച്ച് നടക്ക്, എന്ത് പറ്റി സിസ്റ്റർ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ സോറിയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനങ്ങനെ പിന്നെ അവളോട് പറഞ്ഞു ഞാനിപ്പോൾ വീഴാൻ പോയി പാത്തു എന്നൊക്കെ പറഞ്ഞു. ആൾ വിശേഷങ്ങൾ നിർത്തിയിട്ടില്ല കേട്ടോ. ആളിങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ സ്കൂളിൽ എന്തോ കഥയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ അവളുടെ ഫേവറേറ്റ് ഒരു ഷോപ്പുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. മെർക്കാഡോ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഉള്ള സ്റ്റാഫുകളാണെങ്കിലും അവളോട് ഭയങ്കര കമ്പനിയാണ്, അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളുടെ നടപ്പ് നമുക്ക് സ്ട്രൈറ്റ് പോകണം. ആൾക്ക് പക്ഷേ ഒരു ചരിവ് വന്നിട്ടുണ്ട്. ഷോപ്പിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ആൾ ചരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം അവൾ എങ്ങനെയാണ്. മിക്കവാറും ആ ഷോപ്പിൻ്റെ അകത്തോട്ട് പോകാനായിരിക്കും അവളുടെ പ്ലാൻ. അല്ല, അപ്പോൾ വിളിച്ച് വാ ഇങ്ങോട്ട് ഇങ്ങോട്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിച്ച്. അപ്പോൾ അവൾ വന്ന് അവൾ വിചാരിച്ചാൽ കൊണ്ട് എന്തെങ്കിലും എന്ത് പറഞ്ഞാലും ഉമ്മ എനിക്കൊരു ടോയ് വാങ്ങിച്ചോ. ഡെയിലി ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു ടോയ് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ കൈ പിടിച്ചിട്ട് നടക്കണം. അപ്പോൾ എന്നോട് പറയും, ഉമ്മി നമുക്ക് കൈ പിടിച്ച് നടക്കാം, നാളെ ജൂലൈ 5th അല്ലേ, അപ്പോൾ ലോകം അവസാനിക്കുമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നമുക്ക് കൈ പിടിച്ച് സ്നേഹത്തോടെ നടക്കാം, ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞതല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ആൾക്ക് ലോകം അവസാനിക്കുന്നെന്ന് പറയാറില്ല. അപ്പോൾ കുറച്ച് തങ്ക് സ്ലിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഷോപ്പ് കണ്ടപ്പോൾ അങ്ങോട്ട് കയറാനുള്ള പ്ലാൻ ഉണ്ട് ആൾക്ക്. അതിന് ഞാൻ എങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടാ, ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് എത്തി. ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ലിഫ്റ്റ് വെയിറ്റ് ചെയ്യുവാണ്. പക്ഷേ ലിഫ്റ്റൊന്നും വന്നിട്ടില്ല. കുറച്ച് ടൈം എടുക്കും നമ്മുടെ പോസ്റ്റ് ആട്ടോ. ലിഫ്റ്റ് വെയിറ്റിംഗ് ആണ്. എല്ലാം കുറച്ച് ക്രൗഡ് ഉണ്ട് സമയത്ത്. നമുക്ക് ലിഫ്റ്റിൽ കയറി. നമ്മൾ ലിഫ്റ്റ് കയറി ഒന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ. അവളപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ നടന്ന് പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് എത്തണം നോക്കാമെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്ലോയിൽ നടന്ന് അവളെ ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വാതിൽ മുട്ടി. പിന്നെ ഇപ്പോൾ ഉമ്മ വന്ന് വാതിൽ ഓർക്കുവേ. ഉമ്മ വാതിൽ മുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മനെ കണ്ട് അപ്പോൾ ഹാപ്പിയായി. ഉമ്മ പറഞ്ഞാൽ എന്നെ പിടിക്കല്ലേ, ഞാൻ നൈറ്റ് ഇട്ട് നിൽക്കണം, എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞേ. ഇത്രേ ഉള്ളൂ. താങ്ക് യു ഗായ്സ്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.